ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് അതിഥികളെ കാണാനാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ പുറകിൽ ഞാനെന്താ തെങ്ങിൻ്റെ ഒക്കെ ഉള്ളിലിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതെൻ്റെ പഴയ വീട്ടിൽ ഞാൻ നട്ട എൻ്റെ തെങ്ങാണ്. കഷ്ടപ്പെട്ട് നട്ട തെങ്ങാട്ടോ. അതെ, അതിൽ ഞങ്ങളുടെ കരിക്ക് തേങ്ങുണ്ടായിട്ടുണ്ട്. ഇത് വലുതായിട്ട് വേണമെങ്കിൽ കുടിക്കാൻ. അപ്പം ഭയങ്കര വലുതായിട്ടോ. ഇന്ന് വന്നപ്പോൾ അതിശയിച്ചു പോയി. അപ്പം ഇന്ന് നമ്മൾ ഇതിനൊന്നും അല്ല വന്നത്, നമ്മൾ കുറച്ച് അതിഥികളെ കാണാനാണ് വന്നത്. നമുക്ക് അവരെ കണ്ടാലോ? വേഗം പോയി കാണാം. നമ്മുടെയൊക്കെ വീട്ടിൽ രാവിലെ വരാൻ ആരൊക്കെയാ? അതെ, പാൽക്കാരൻ വരും, പത്രക്കാരൻ വരും, വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ വരും. പക്ഷേ സ്മിത ആൻറ്റിയുടെ ഷാൽബി അങ്കിളിൻ്റെ വീട്ടിൽ ഇതിനെക്കാട്ടും വ്യത്യസ്തമായിട്ട് കുറച്ച് VIP-കളൊക്കെയാണ് വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഈ VIP-കളെ? തത്തകളാണ്. തത്തകൾ മാത്രമല്ല കേട്ടോ, കുഞ്ഞിക്കിളികൾ വരും, പ്രാവുകൾ വരും, പിന്നെ മേളിൽ കാക്കകളും പറക്കുന്നുണ്ടേ. ഇത് എവിടെയാണെന്നറിയണ്ടേ? ഇത് വേറെ എവിടെയല്ല, എറണാകുളം ജില്ലയിലെ നമ്മുടെ പച്ചാളത്ത് ലൂർദ് ഹോസ്പിറ്റലിൻ്റെ ബാക്കിലാണ് ഈ ഒരു വീടുള്ളത്. നമ്മുടെ ഷാൽബി അങ്കിളുടെയും സ്മിത ആൻറ്റിയുടെയും വീട്. ഈ തത്തക്കുട്ടികളെ കാണാൻ പുറത്തുനിന്നൊക്കെ കുറേ പേര് വരാറുണ്ട്. ഇവർ കൂട്ടം കൂടി ഭക്ഷണം കഴിക്കണ കാണാൻ എന്ത് രസമല്ലേ. പക്ഷേ എനിക്ക് അടുത്ത് പോകാൻ പറ്റിയില്ല കേട്ടോ. അടുത്ത് പോകുമ്പോൾ തന്നെ എല്ലാവരും പറന്നു പോവുക. അത് കാരണം അടുത്ത് പോകണ്ടെന്ന് കരുതി ഇവിടെ തന്നെ നിന്നു. ഇതിൽ ചില തത്തകളൊക്കെ ഷാൽബി അങ്കിളിൻ്റെ സ്മിത ആൻറ്റിയുടെ അടുത്ത് വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അങ്ങനെ ഒരു തത്ത ഷാൽബി അങ്കിളിൻ്റെ അടുത്തിരുന്ന് ഫുഡ് കഴിക്കാൻ കാഴ്ചയാണ് ഈ കാണുന്നത്. എന്നെ ആ കണ്ണാടിയിൽ കാണുന്നുണ്ടേ. നല്ല രസമുണ്ടല്ലേ അത് കാണാൻ. ഇപ്പം ഈ തത്ത ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം സ്മിത ആൻറ്റിയുടെയും ഷാൽബി അങ്കിളിൻ്റെയും സ്നേഹമാണ്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതേപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ അവിടെയുള്ള ബെൽ ബട്ടണിൽ പിടിച്ചേക്ക് ഓളെന്ന് വിശ്വസിച്ച് മേടിച്ചാൽ ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.